പരിസ്ഥിതി ദിനാചരണത്തിൽ ഇതുവരെയില്ലാത്ത രീതികൾ കൊണ്ടുവരാൻ വാശി പിടിക്കരുതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഗവർണർ രാജ്ഭവനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്ന് കരുതുന്നില്ല. തൽക്കാലം പുതിയ ഗവർണറുമായി തർക്കത്തിനും സംവാദത്തിനും CPI ഇല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാ അർത്ഥത്തിലും അറിയാം ഈ ദിനം എത്രമാത്രം മഹത്തരമാണെന്ന്. അതുകൊണ്ടാണ് രാജ്ഭവൻ്റെ മുറ്റത്ത് ഒരു തൈ നടാനായി കൃഷിവകുപ്പ് ചിന്തിച്ചതായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനകത്തേക്കൊരു പുതിയ അംശം എത്തിക്കാൻ വേണ്ടി വാശി പിടിക്കാൻ പാടില്ലായിരുന്നു. ഭാരതാംബയെ നമുക്കെല്ലാവർക്കും ആദരവാണ്, നമ്മുടെ വികാരമാണ് ഭാരതാംബ. പക്ഷെ ആ മുഖച്ഛായ നമുക്കാർക്കും അറിയില്ല. ഭാരതാംബയ്ക്ക് ആരെങ്കിലും നിശ്ചയിച്ചൊരു മുഖച്ഛായ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ മുഖച്ഛായ നമ്മുടെ മനസ്സിലാണ്. ഭാരതമാതാവ് നമ്മുടെ എല്ലാവരുടെയും മാതാവാണ്. ഭാരതമാണ് മാതാവ്. ഇവിടുത്തെ ഓരോ മൺതരിയും, ഇവിടുത്തെ ഓരോ പൂക്കളും, ഓരോ പുഴകളും, ഓരോ മരങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ഭാരതമാകുന്നത്. അതാണ് ഭാരതമാതാവ്. ആ ഭാരതമാതാവിന് ഞങ്ങളോ വേറൊരാളോ ഒരു കൂട്ടം ആളുകളോ ഇതാണ് മുഖച്ഛായ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുഖച്ഛായ നിശ്ചയിക്കാൻ വന്നാൽ അത് ഭാരതമാതാവിൻ്റെ വൈവിധ്യത്തെയും നാനാത്വങ്ങളെയും എത്രമാത്രം മാനിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ചർച്ചയ്ക്കൊന്നുമില്ലെങ്കിൽ പോലും ഇത്തരം വിഷയങ്ങളെല്ലാം എല്ലാവരുടെയും ചർച്ചയ്ക്ക് വേണ്ടിയോ ചിന്തയ്ക്ക് വേണ്ടിയോ അവതരിപ്പിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഗവർണറുമായി ഇതിൻ്റെ പേരിൽ ഒരു പോരിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ലെഫ്റ്റിനോ താല്പര്യമില്ല. ഈ ഗവർണർ മുൻ ഗവർണറേക്കാളും പല പ്രകാരത്തിലും വ്യത്യസ്തനാണ്. ഈ ഗവർണർ പല പ്രകാരത്തിലും സഹകരണത്തിൻ്റെയും സമവായത്തിൻ്റെയും മാർഗമാരാകുന്ന പരിണതപ്രജ്ഞനായ നേതാവാണ്. രാഷ്ട്രീയമുണ്ട് അദ്ദേഹത്തിന്. ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രചരണവേദിയായിട്ടോ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രകടനവേദിയായിട്ടോ അദ്ദേഹം രാജ്ഭവനെ മാറ്റാൻ ശ്രമിക്കുമെന്ന് ഞാൻ ധരിക്കുന്നില്ല. ആ വഴിക്ക് അദ്ദേഹം ശ്രമിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണമാണ് കണ്ടത്. അദ്ദേഹം ഗവർണറോട് സംസാരിക്കുമ്പോൾ പരിധിവിട്ട അനുനയത്തിന്റെ അനുഭാവത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത് കാണുന്നു.